ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി നോർമൽ മീൽസ് ഉണ്ടാക്കണം എന്നുള്ളൊരു പൂതിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയെങ്കിലും മീൻകറി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കരിമീൻ കറി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതി, എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നാടൻ മീൽസ് ആവാം മെയിൻ ഫുഡെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇക്കാടെ ഫ്രണ്ട് ഫ്രഷ് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ബീൻസാണ് കേട്ടോ അത്. അപ്പോൾ അത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തേക്ക് സ്നാക്സിന് മുട്ട ബജി ആക്കാമെന്ന് വിചാരിച്ചു. മുട്ട ബജി കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കടലമാവും കുറച്ച് മൈദപ്പൊടിയും അതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒനിയനും മല്ലിയില, പച്ചമുളക്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നല്ല തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാറ്റർ. പിന്നെ മുട്ട പുഴുങ്ങാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഗ്രാൻഡിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിമീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1 കിലോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മീൻ കിട്ടിയത് വൈകിട്ട് 4 മണിയായപ്പോഴാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതെന്തായാലും ഫെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച മുട്ട ബജിക്കുള്ളത് ആക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലത്തെ ഇടിയപ്പം കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ മൂപ്പര് അത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഹാറുൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും കൂടി ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. നോമ്പിന് എന്തായാലും നോമ്പ് തുറന്ന് കിച്ചണിലേക്ക് കയറുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യാട്ടെ. കാരണം നോമ്പ് തുറക്കണ വരെ നമ്മൾ നല്ല ഉഷാറായിരിക്കും, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടയേർഡായിരിക്കുമല്ലോ. അപ്പോൾ 4 മണിയായപ്പോഴാണ് ഫിഷ് കിട്ടിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം വന്ന്. നേരത്തെ മീൻകറി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ പകുതി പണി ഒഴിവാക്കുമായിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോൾ ഫ്രൈ ചെയ്യലൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഫിഷൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരോട് ഞാൻ മാങ്ങയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കേട്ടോ എപ്പോഴും കരിമീൻ വെക്കാറ്. എനിക്ക് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കരിമീൻ്റെ കറി വെച്ച പീസാണ് എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ കൂടുതൽ കറി വെക്കാനും ബാക്കിയുള്ളൊരു 3 പീസ് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ മസാല വെച്ച് വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലും കഴിക്കാനുള്ള ഒരു പീസ് എപ്പോഴും കുറവായിരിക്കുമല്ലോ, കൂടുതലൊരു മുള്ള് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് നല്ലപോലെ മീറ്റ് കഴിക്കാൻ കിട്ടുന്നത് വെച്ച പീസിൽ നിന്നാണെന്ന് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും നാരങ്ങാനീരും ഉപ്പും കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം നോക്കിയപ്പോഴാണ് ഫിഷ് കറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ പറഞ്ഞിട്ട് ഒരു മാങ്ങ കൊടുത്തയച്ചിട്ടില്ല കേട്ടോ. പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി ഇക്കാനെ രണ്ടാമത് വിടേണ്ട വന്നു നോമ്പ് തുറക്കാറായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും നോമ്പ് തുറക്കണേക്കാൾ മുമ്പ് കറി വെക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇത് മസാല വെച്ച് ചോറും ഞാൻ വടിച്ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരനാണെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നോമ്പ് തുറന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പയും ഒന്ന് ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് യെല്ലോ കളറാക്കി ഒന്ന് ഒതുക്കിയെടുക്കാമെന്നും അതും വിചാരിച്ചിട്ടുണ്ട്. കരിമീൻ കറി ആകുമ്പോൾ അതും നല്ല കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ഫിഷ് മസാല വെച്ചിട്ട് പിന്നെ ഈ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടാ. മുട്ട ബജിക്കുള്ള സംഭവങ്ങളൊക്കെ മുട്ട മുക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നോമ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഞാനൊരു ബോക്സ് പോലെ ഉണ്ടാക്കി വെച്ച സമൂസയുടെ ലീഫ് വെച്ചിട്ടൊരു ബോക്സിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊരു 3-4 എന്തോ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എന്തായാലും നോമ്പ് കഴിയാറായല്ലോ, അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്യുക. ഓരോ ദിവസം എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് തന്നെ ആയി പോണതാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ മുട്ട ബജിയും പിന്നെ കുറച്ച് നഗറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ സ്നാക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പേരക്കയുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ മുഹബദ്ക്ക സർബത്ത് ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ഇക്ക പറഞ്ഞത് നമ്മുടെ നന്നാറി സർബത്ത് ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട് കുറച്ച്. അപ്പോൾ ആൾ സോഡ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലെമണൊക്കെ ഒഴിച്ച് അത് കുടിക്കാമെന്ന് കരുതിയിട്ട് ഇന്ന് അതാണ് കേട്ടോ കട സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ടേബിൾ മേക്ക് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേനും കുറച്ചും കൂടി സമയം ഉണ്ടായിട്ട് 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കരിമീൻ കറിക്ക് അത്യാവശ്യം ചെറിയുള്ളി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും നന്നാക്കി നമ്മളുടെ മാങ്ങയും ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇക്കാടെ ഫ്രണ്ട് നാട്ടിൽ പോയി വന്നിട്ട് ആൾ കുറച്ച് ബീഫും
പിന്നെ മാങ്ങയും പച്ചമാങ്ങ മൂപ്പരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇക്ക വാങ്ങിയ പച്ചമാങ്ങ അതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം കൂടി എടുത്തില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ഇട്ട് തന്നെ കേട്ടോ കരിമീൻ ഉണ്ടാക്കിയത്. നാട്ടിലത്തെ കരിമീൻ്റെ അത്രയും ഒരു ടേസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. എന്നാലും കരിമീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതെന്തായാലും വെക്കുമ്പോൾ കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഭയങ്കര കൊതി കരിമീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടേബിൾ മേക്കെല്ലാം കൊണ്ടുവച്ച് ആപ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ എല്ലാം. കുഞ്ഞ് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ആപ്പിളും ഒന്നും കട്ട് ചെയ്ത് വെക്കണ്ടെന്ന് ഞാൻ പറയണതാണ്. പക്ഷേ ഇക്കാക്ക് ടേബിളിൽ എല്ലാം നിരത്തി വെച്ച് കാണണം കേട്ടോ. നോമ്പ് തുറക്കണേക്കായി മുമ്പ് അതില്ലേ ഇതില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നോമ്പ് തുറന്നിട്ട് ഏറ്റവും കുറവ് ഫുഡ് കഴിക്കുന്ന ആൾ ഇക്കായായിരിക്കും കേട്ടോ. അതാണ് പ്രശ്നം. പക്ഷെ ആൾക്ക് നോമ്പ് തുറക്കണേക്ക് മുമ്പ് എന്തൊക്കെയോ ഒരു വസ്വാസമായിരിക്കും. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ലെമൺ ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഗ്ലാസ്സിലേക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സർബത്ത് ഒഴിക്കുക. എന്നിട്ട് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ അതിലേക്ക് സോഡ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കാമെന്നിട്ട് വിചാരിച്ചത്. പക്ഷെ ഇക്ക വാങ്ങിക്കൊണ്ട് വന്ന സോഡ ലെമൺ സോഡയായിരുന്നു. അപ്പോൾ ലെമൺ ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു പുളി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. സോഡ സർബത്ത് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹംദാൻ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും അടുക്കളയിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. മാങ്ങയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കുകയാണ്. പിന്നെ നോമ്പ് തുറന്ന് വരുമ്പോൾ അപ്പോൾ മാക്സിമം പണികൾ വേഗം തന്നെ തീർത്ത് വെക്കാണ് കേട്ടോ. ചെറിയുള്ളി നന്നാക്കലാണല്ലോ ഏറ്റവും വലിയൊരു പണി. അപ്പോൾ അത് വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. അപ്പോഴത്തേനും ബാങ്ക് കൊടുത്ത് നമ്മളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നിട്ടാ. നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ ഹംദാൻ സോഡ നോക്കിയപ്പോഴാണ് ലെമൺ സോഡയായിരുന്നു. അപ്പോൾ ലെമൺ ഓൾറെഡി നമ്മൾ ഒഴിക്കുകയും കൂടി ചെയ്തതുകൊണ്ട് കുറച്ചൊരു പുളി കൂടുതലുണ്ട്. സർബത്ത് എക്സ്ട്രാ ഒഴിക്കാനും ഉണ്ടായിരുന്നില്ല കേട്ടോ, തീരുകയും ചെയ്തു. പക്ഷേ നല്ലൊരു റിഫ്രഷിങ് ആയിരുന്നു. കുറച്ചൊരു പുളി കൂടുതൽ നിന്നപ്പോഴും തലയ്ക്ക് നല്ലൊരു ഉഷാറ് പോലെ തോന്നിയിട്ട് അത് കുടിച്ചപ്പോൾ. അങ്ങനെ നോമ്പോറൊക്കെ കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാണ് കിച്ചണിലേക്ക് വന്നത് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ബീൻസാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബീൻസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കട്ട് ചെയ്ത് കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ച് വേവിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾറെഡി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ കൂടി ഒതുക്കിയത് അതൊന്ന് നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ വേവിച്ച ബീൻസും ഉപ്പും മഞ്ഞളും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത നമ്മളുടെ ബീൻസ് തോരൻ റെഡിയാവും. ഇത് അറബികളുടെ ഫാമിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന ഫ്രഷ് ബീൻസാണ് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളുമാണല്ലോ. അങ്ങനെ തോരൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്തതിന് കരിമീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണമല്ലോ, നാടൻ കറിയല്ലേ. ഒഴിച്ചിട്ട് ഈ ഒതുക്കിയ മിക്സ് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴാണ് ഇക്ക പറയണത് മാങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ ആൾ വെണ്ടയ്ക്കയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്കയും കരിമീൻ കറിയിലേക്ക് ഇടണമെന്ന്. ആൾക്ക് അതിലിട്ട വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ഞാനിതുവരെ കരിമീൻ കറിയിൽ വെണ്ടയ്ക്ക ഇട്ടിട്ടില്ല. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്കയും മാങ്ങയും കൂടി ഒരുമിച്ചിട്ടിട്ടാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കരിമീനും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ കരിമീൻ അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾ കപ്പ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കപ്പ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കപ്പ കുക്കറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറ് ചേഞ്ച് ആയിട്ടാണ് കേട്ടോ വെന്ത് വരാറ്. അപ്പോൾ ഞാൻ വലിയ ചരുവത്തിൽ നിറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെ കപ്പ വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളയണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എളുപ്പത്തിന് എപ്പോഴും കപ്പ കുക്കറിലാണ് വേവിക്കാറ്. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ആ ഒരു വെന്ത വെള്ളം നമ്മൾ ഒഴിച്ച് കളയണം എന്നാണ് കേട്ടോ പറയുന്നത്. അതിലെന്തോ വിഷം ഉണ്ടെന്നാണ് പറയണത്. അതിന് കപ്പയുടെ ഇലയൊക്കെ മൃഗങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെയാണ് കേട്ടോ വേവിക്കുന്നത്. എന്നിട്ട് യെല്ലോ കളറായിട്ട് ഉടച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ മൺചട്ടി വെച്ച് അതിലേക്ക് ചെറിയുള്ളിയും ചതമുളകും പിന്നെ കൊല്ലമുളക് മുഴുവനായിട്ടുള്ള കൊല്ലമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല വേവിച്ച കപ്പയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ചോറായി, കപ്പയായി, കരിമീൻ കറിയായി, ബീൻസ് തോരനായി. ഇനിയുള്ളത് കരിമീൻ ഫ്രൈ ആണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇക്കായും പിള്ളേരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇക്കായും ഹംദാനും ഹാറൂനും കൂടി പെരുന്നാളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയേക്കായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോണ പരിപാടി ഇല്ല കേട്ടോ. കാരണം പോയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അപ്പം എനിക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ ഹംദാനും ഹാറൂനും വീട്ടിലാക്കിയിട്ട് ഞാനും ഇക്കായും കുഞ്ഞും കൂടി പോവും. ഇക്കാക്ക് എടുക്കാനാണെങ്കിൽ ഇക്ക മാത്രം പോവും. ഹംദാൻ എടുക്കാനാണെങ്കിൽ ഇക്കായും ഹംദാനും ഹാറൂനും കൂടി പോവും. അങ്ങനെ 4-5 സെക്ഷനായിട്ടാണ് വീട്ടിലെല്ലാവരെയും ഡ്രസ്സ് എടുക്കൽ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് അതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോയി വന്നപ്പോൾ ഒരു 11:30-11:45 സമയമായിട്ടുണ്ട്. അപ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ തറാവിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുഡ് വിളമ്പി വെക്കാണ് കേട്ടോ. അവർ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹംദാന് പ്ലേറ്റിൽ തന്നെയാണ് കൊടുത്തത്. അവന് കപ്പയൊന്നും വേണ്ട, ചോറും കരിമീൻ കറി, മാങ്ങയിട്ട കരിമീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങയിട്ട എല്ലാ കറിയും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് പ്ലേറ്റിൽ തന്നെയാണ് കൊടുത്തത്. ഞാൻ 2 വാഴയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഉള്ളത് വിളമ്പി വെക്കാണ് കേട്ടോ. ഇക്കായും പിള്ളേരും വന്ന ഉടനെ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ ഞാൻ ഹാറൂനെയും ഹാസിമിനെയും കൂടി ഒരുമിച്ച് ഇരുത്തിയിട്ട് അവർക്ക് കരിമീൻ ഫ്രൈയും ഒരു വെച്ച കഷ്ണമൊക്കെ കൂട്ടിയിട്ട് ചോറ് അങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ 3 പേരും കൂടിയാണ് കഴിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഇങ്ങനെ കഴിക്കാമല്ലോ. അങ്ങനെ ചോറിട്ടു, കപ്പ ഉടച്ചതിട്ടു. കപ്പ അങ്ങനെ ശരിക്കും ഉടയുന്നുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കേട്ടോ. എത്ര ഉടയ്ക്കാൻ നോക്കിയിട്ട് അങ്ങനെയൊന്നും ഉടഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളി കപ്പ തന്നെയായിരുന്നു. അപ്പോൾ ഇക്ക പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഫ്രോസൺ കപ്പയാണ് ഏറ്റവും നല്ലത്. ഇന്ത്യൻ ഫ്രോസൺ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ വേവിച്ചെടുക്കാമല്ലോ. അതാണ് ഇവിടുത്തെ നാടൻ കപ്പേനേക്കാളും നല്ലത്. ഇവിടെ കപ്പയൊക്കെ ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നാട്ടിലത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയണ്ടായിരുന്നു. എന്നാലും ഞാനെപ്പോൾ വാങ്ങുമ്പോഴും നല്ല ഫ്രഷ് കപ്പ തന്നെ ഗ്രാൻഡിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് കരിമീൻ തേങ്ങാപ്പാൽ കറിയൊക്കെ കൂട്ടി ചോറ് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. ഇക്ക കുളിച്ച് നിസ്കരിച്ച് വരാൻ നോക്കിയിരുന്നിട്ട് പറ്റണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി ചൂടൊക്കെ ആറി തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ആസിമ ടേബിളുമ്മ കയറി ക്യാമറയൊക്കെ മറയ്ക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പും അങ്ങനെ റാഹത്തായി. അപ്പോൾ കുറേ ദിവസത്തെ മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുമ്പോൾ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.